ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞു. അത് ബുക്ക് മൈ ഷോ തുടങ്ങി 1 മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റ് പോയത് എമ്പുരാനായിരുന്നു. നാളെ 9 മണി തൊട്ട് 10 മണി ആകുമ്പോഴേക്കും ദൃശ്യം 3 അടിക്കുമോ? അല്ല, ഈ ഓരോ ചിത്രത്തിന് ഓരോ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് പേര് സിനിമ വിതരണം ചെയ്യുന്ന സമയത്ത് ഓരോരുത്തർക്കും ഓരോ രീതികളുണ്ടാവും. എമ്പുരാൻ ചെയ്ത സമയത്ത് അതുപോലെ 1 മണിക്കൂറിൽ സംഭവിക്കണമെന്ന് വിചാരിച്ചായിരുന്നു അതിനെ അങ്ങനെ വച്ച് ഒരു സമയത്ത് പുറത്ത് പറഞ്ഞ് ഒറ്റയടിക്ക് ഒരു സംഭവം ഉണ്ടാക്കി, ഒരു ബ്ലാസ്റ്റ് ചെയ്യുന്ന പോലെ ഒരു സംഭവം ഉണ്ടായത്. ദൃശ്യം എന്ന് പറയുന്ന സിനിമ നമ്മൾ 10-11 ദിവസം മുൻപാണ് ഇതിൻ്റെ റിലീസിന്, 11 ദിവസം മുൻപാണ് ഇത് ബുക്ക് മൈ ഷോയിൽ അല്ലെങ്കിൽ ഇത് ഓൺലൈൻ ആൾക്കാർക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു കാര്യം നമ്മൾ വിചാരിച്ചിട്ടില്ല. അങ്ങനെ സംഭവിക്കാൻ വേണ്ടി അല്ല ഇത് ചെയ്തിരിക്കുന്നത്. ഇത് ഓരോ ഷോസും ഫുള്ളായി, എല്ലാ ഷോസും ഫുള്ളായി കഴിഞ്ഞ് അടുത്ത ദിവസവും നേരത്തെ ടിക്കറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ചിന്തിച്ചിട്ട് ഇതിക്ക് മുൻകാലങ്ങളിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അത് ഞങ്ങളൊരു പരീക്ഷണം നടത്തുകയാണ്. അപ്പോൾ അത് ചിലപ്പോൾ ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ശരിക്കും നമ്മൾ ഓൺലൈനിലൊക്കെ കാണുന്നത് 3 കോടി രൂപയുടെ ബുക്കിംഗ് കഴിഞ്ഞു എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ റിസർവേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അങ്ങനെയുള്ള റെക്കോർഡ്സുകളെല്ലാം നമുക്ക് ചേർന്ന് നിന്നുണ്ടാക്കാം, ആശീർവാദത്തിലൂടെ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു. ജിത്ത് സാർ.